ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ചാനൽ ഫസ്റ്റായിട്ട് ആരെങ്കിലും കാണുന്നുണ്ട്, ഫസ്റ്റ് ടൈം സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഈ വീഡിയോ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ പ്രശ്നമാകുന്നുണ്ട്, കണ്ണിന് പ്രശ്നം വരുന്നുണ്ട് ഇങ്ങനെ കാണിക്കുന്നത് കൊണ്ട് അതുകൊണ്ട് ഞാൻ അധികം കൂടുതലായിട്ട് ഒന്നും ആക്കിയില്ല, ചെറിയ രീതിയിൽ മാത്രമേ ആക്കുന്നുള്ളൂ. കാര്യം നമുക്കിപ്പോൾ വീഡിയോ ഡയറക്റ്റായിട്ട് എടുത്ത് വെക്കാൻ പറ്റില്ല, കാര്യം കോപ്പിറൈറ്റ് വരുന്ന ഇഷ്യൂ ഉള്ളതുകൊണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ജലജയും ദേവയാനിയും ചേർന്ന് വീടൊക്കെ അലങ്കരിച്ച് വൃത്തിയാക്കുകയാണ്, അതായത് പൂക്കളൊക്കെ വെച്ചിട്ട് വൃത്തിയാക്കുകയാണ്. പൂമാലയൊക്കെ കെട്ടി രണ്ടുപേരും കൂടി മോഡലാക്കുകയാണ്. ദേവയാനി ജലജയോട് പറയാണ്, ഇവിടെ 2 മരുമക്കൾ വന്നു, നമ്മൾക്ക് എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു ജലജ. നല്ല മണിയറ ഒരുക്കണം, അവരെ സ്വന്തം മകളായി കാണണം, അങ്ങനെയൊക്കെയാണല്ലോ ഞങ്ങൾ ആഗ്രഹിച്ചത്. അപ്പോൾ ജലജ പറയാണ്, അതൊക്കെ പോയില്ലേ ഏട്ടത്തി. അപ്പോൾ ദേവയാനി, ഇനി വരാൻ പോകുന്ന മരുമകളിൽ നമുക്ക് അങ്ങനെയുള്ള സന്തോഷങ്ങളൊക്കെ കണ്ടെത്തണം. നിനക്കറിയാലോ, ആദർശും അനിയും എനിക്ക് 2 അല്ല 1 തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് അനാമികയാണ് ആദ്യത്തെ മരുമകൾ എന്ന്. അപ്പോൾ ജലജ മനസ്സിൽ ചിന്തിക്കുകയാണ്, അവിടെയും എൻ്റെ മോനെ മാറ്റി നിർത്തി. എൻ്റെ ഏട്ടത്തി, ഇപ്പം അഭിയും വലിയ പ്രയാസത്തിലാണ്. അപ്പം ദേവയാനി പറയാണ്, അവനെപ്പറ്റി നീ ഒന്നും പറയണ്ട, അവൻ ഒറ്റ ഒരുത്തനാ ഇതൊക്കെ ചെയ്തത്, ഈ ചതിയൊക്കെ. അവനീ നാടകമൊന്നും കളിച്ചില്ലായിരുന്നെങ്കിൽ ഈ വീട്ടിൽ നയനിയൊന്നും വരത്തില്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ എൻ്റെ മോൻ രക്ഷപ്പെടുകയും ചെയ്തേനെ. പിന്നെ ആലോചിച്ച പെൺകുട്ടിയെ കല്യാണം കഴിച്ചതുകൊണ്ട് എനിക്ക് നബിയോട് ദേഷ്യം തോന്നത്തുമില്ലായിരുന്നു. എന്നാൽ ഇവിടെ എന്തൊക്കെ ചതിയാ അവരെല്ലാവരും കൂടി ഒപ്പിച്ചു വെച്ചത്. ഇനിയിപ്പോൾ അതൊക്കെ അനുഭവിച്ചല്ലേ പറ്റൂ. എന്നാലും നമ്മുടെ സന്തോഷത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റൂ അതൊക്കെ ചെയ്യണം. ദേവയാനി എന്നിട്ട് ചോദിക്കാം, മണിയറ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യുന്നത് ഏട്ടത്തിയുടെ മരുമോളല്ലേ. ഇവിടെ അവളെ അടുപ്പിക്കണ്ട എന്ന് ഞാനങ്ങ് കരുതി. അവൾ ചെയ്താലേ മനസ്സിൽ വെറുപ്പ് വെച്ചുകൊണ്ടേ ചെയ്യുള്ളൂ. അതീ മണിയറയിൽ നേരിക്കും. ദേവയാനി ചിരിച്ചുകൊണ്ട് പറയാണ്, ഇതിപ്പം ഞാൻ മനസ്സ് നിറഞ്ഞാ ചെയ്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൊണ്ടുവന്ന് കാണിക്കണം നമ്മളെ മരുമക്കളെ. നീ പോയി നിൻ്റെ മരുമോളെ വിളിക്ക്, ഞാൻ പോയി നയനയും വിളിച്ചു കൊണ്ടുവരാം. രണ്ടും കാണട്ടെ എങ്ങനെയാ അനന്തപുരിക്കാർ മരുമക്കളെ സ്വീകരിക്കുന്നതെന്ന്. ശരി ഏട്ടത്തി, ഞാനിപ്പോൾ തന്നെ അവളെ വിളിച്ചു കൊണ്ടുവരാം. അവൾ നയനെ പോലെയല്ല, കുറച്ച് ചൂടാ. എന്ത് ചൂടായാലും അവളിത് കാണണം. ദേവയാനി പോയിട്ട് മുറിയിൽ തട്ടി വിളിക്കുകയാണ്, നയനെ നയനെ നീങ്ങ് വന്നേ. എന്താ അമ്മേ? കാരണം അറിഞ്ഞാലേ നീ വരത്തുള്ളൂ. നീ അതിനിവിടെ ഭാരിച്ച ജോലിയൊന്നും ചെയ്യലല്ലോ വിളിക്കുമ്പോൾ വരാതിരിക്കാൻ. പിന്നെ നിന്നെയൊക്കെ ചില കാഴ്ചകൾ കാണിക്കാൻ വേണ്ടി വിളിച്ചതാ, കണ്ണിന് സുഖമുള്ള ചില കാഴ്ചകൾ. നിൻ്റെ അച്ഛനും അമ്മയൊക്കെ എന്തായാലും ഇവിടെയുണ്ട്, നീ കണ്ടിട്ട് അവരെയും കൂടി വിളിച്ചുകൊണ്ട് വന്ന് കാണിക്ക്. എല്ലാം കണ്ടു കഴിയുമ്പോൾ അവർക്ക് വലിയ സന്തോഷമാവും. എന്തായാലും നീ വാ. അപ്പോഴേക്കും ജലജയും നവ്യയും കൂട്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നോക്ക് എല്ലാം ശരിക്ക് കാണ്. ഓ, മണിയറയ്ക്ക് വേണ്ടി മറ്റൊരു റൂം സെറ്റ് ചെയ്തല്ലേ. അപ്പോൾ ദേവയാനി പറയാണ്, അതെ, ഈ വീട്ടിലെ ഏറ്റവും നല്ല മുറിയാണ് അതിനു വേണ്ടി സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ദേവയാനി നയനയോടും കൂടി പറയാണ്, ദേ നീയും കാണ്, ഇതാണ് ഈ വീട്ടിലെ ആദ്യത്തെ മരുമകളുടെ മണിയറ. അത് കേട്ട് നവ്യ നയനയും നോക്കുകയാണ്. അപ്പോൾ നയന പറയാണ്, അമ്മ 1000 നാവ് കൊണ്ട് പറഞ്ഞാലും ഈ വീട്ടിലെ ആദ്യത്തെ മരുമകൾ ഞാനാ. അപ്പോൾ ദേവയാനി നയന പറയാ, ഇത് എൻ്റെ ചേച്ചിയാണെങ്കിലും രണ്ടാമതാണ് ചേച്ചി വന്നത്, ആദ്യത്തെ മരുമകൾ ഞാൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ മരുമകൾ എന്ന സ്ഥാനം എനിക്ക് തന്നെയാണ്. അത് കേട്ട് നവ്യ ജലജയെ നോക്കുകയാണ്. അപ്പോൾ ജലജ പറയാണ്, ആഹാ, ഇവൾ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ തുടങ്ങിയോ? അപ്പോൾ ദേവയാനി പറയാണ്, അവൾ സംസാരിക്കട്ടെ, ഇവളെങ്ങനെയൊക്കെ സംസാരിച്ചാലും എൻ്റെ മനസ്സിലുള്ള മരുമകൾ അതേയുള്ളൂ. അത് മറ്റാരുമല്ല, നാളെ ഇവിടേക്ക് വരുന്ന അനാമിക മോള. അപ്പോൾ അവർ രണ്ടുപേരും പരസ്പരം നോക്കുകയാണ്, നയനയും നവ്യയും. അപ്പോൾ ജലജ പറയാ, അമ്മായിയമ്മ മരുമക്കളെ അംഗീകരിക്കാതെ മരുമക്കൾ എന്നവരെ വിളിക്കാൻ പറ്റില്ല. അപ്പോൾ നയന ചോദിക്കുകയാണ്, തിരിച്ചെൻ്റെ അമ്മായിയമ്മ എന്ന് വിളിക്കാവോ? ഞാൻ എൻ്റെ അമ്മായിയമ്മയായിട്ട് കാണുന്നത് എൻ്റെ ഭർത്താവിൻ്റെ അമ്മയാണ്. അതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ അധികാരത്തോടെ വിളിക്കാം. ഓ, നാളെ പുതിയൊരു പെണ്ണ് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പേയുള്ള തയ്യാറെടുപ്പായിരിക്കും. അപ്പോൾ ദേവയാനിയോട് ജലജയും പറയാണ്, അതെ, വഴക്കിപ്പോഴേ തുടങ്ങുക. വഴക്കിനൊന്നും ഞങ്ങളില്ല, ഞങ്ങളെ വെറുതെ വിഷമിപ്പിക്കാതിരുന്നാൽ മതി. കുത്തുവാക്കുകൾ ഒരുപാട് പറയുന്നുണ്ട്, അതിൻ്റെ ഡോസ് ഒന്ന് കുറച്ചാൽ മതി. അപ്പോൾ ദേവയാനി ചോദിക്കുക, ഇതൊക്കെ പറയാൻ നിനക്കാരടി അധികാരം തന്നത്? ഈ വീട്ടിലേക്ക് നാളെ വരുന്ന പെൺകുട്ടിയുടെ കാര്യം നീ നോക്കണം.
പിന്നെ നവ്യയെ കാണിച്ചിട്ട് പറയാണ്, ഇവളെൻ്റെ മരുമകളല്ലാത്തത് കൊണ്ട് ഇവളോട് ഞാനൊന്നും പറയുന്നില്ല. പിന്നെ ഇവളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ടല്ലോ. അപ്പം നയന ചോദിക്കുകയാണ്, ഇത് കാണാനാണോ അമ്മ ഇപ്പം എന്നെ ഇങ്ങോട്ട് വിളിച്ചത്? മണിയറ ഒന്നുകൂടി മോടി പിടിപ്പിക്കാനാണ് വിളിച്ചതെങ്കിൽ അതിനൊരു അന്തസ്സുണ്ടായിരുന്നു. ഞാൻ ഇതിനേക്കാൾ നന്നായിട്ട് അനിക്കും അനാമികയ്ക്കും മണിയറ ഒരുക്കിയനെ. ദേവയാനി ഓ അപ്പം അതിനനുസരിച്ചിട്ട് ജലജയം പറയാണ്, ഒരുക്കൂ. നീയാണ് ഒരുക്കിയതെങ്കിൽ കിടക്കയിലൊക്കെ മുട്ടുസൂചി കുത്തിവെച്ചേനെ. അങ്ങനെ മുട്ടുസൂചി മുള്ളാണിയൊക്കെ വെക്കുന്നത് ആരാണെന്ന് എനിക്കും എൻ്റെ ചേച്ചിക്കും അറിയാം. അപ്പോൾ നയന പോയിട്ട് ചെറിയ നവ്യ പോയിട്ട് ദേവയാനോട് ചോദിക്കുകയാണ്, സോറി നവ്യ പോയിട്ട് ജലജയോട് ചോദിക്കുകയാണ്, അതിൻ്റെയൊക്കെ തെളിവ് കാണിക്കണോ? നവ്യ പറയാണ്, എന്തായാലും ഇത് ഞങ്ങളൊക്കെ കണ്ടു, ഇഷ്ടപ്പെട്ടു. ഇനി എൻ്റെ അമ്മായിയമ്മ വന്നേ. അവർ രണ്ടുപേരും അവിടെ നിന്ന് പോയി. പിന്നെ ദേവയാനി നയനെ മാത്രമേ അവിടെ ഉള്ളത്. അപ്പോൾ ദേവയാനി പറയാണ് നയനയോട്, നാളത്തേക്കുള്ള എന്തെങ്കിലും യുദ്ധത്തിനുള്ള പദ്ധതിയാണ് നീയൊക്കെ ആസൂത്രണം ചെയ്യുന്നതെങ്കിൽ അതിനൊക്കെ നീയൊക്കെ വിവരം അറിയും. ഈ വീട്ടിലെ ഇനി അനാമികയുടെ ശബ്ദം മാത്രം ഉയർന്നു കേട്ടാൽ മതി. അവളാണ് എല്ലാ അർത്ഥത്തിലും അനന്തപുരിക്കാർക്ക് ചേർന്ന മരുമകൾ. അതിൻ്റേതായ മാന്യത അവൾക്ക് കൊടുത്തേ പറ്റൂ. അപ്പം നയന പറയാണ്, ഒരു വീട്ടിലേക്ക് വരുന്ന മരുമക്കൾക്ക് തുല്യ പരിഗണനയാണ് കൊടുക്കേണ്ടത്. ആ തുല്യതയെ എല്ലാത്തിലും വേണം. വളഞ്ഞ വഴിയിലും വഴിതെറ്റി വന്നവർക്കും അത് കൊടുക്കാൻ കഴിയില്ല. അതിൻ്റെ ആദ്യ സൂചന ഈ കണ്ടത്. നീ വന്നപ്പോൾ ആദർശിൻ്റെ ബെഡ്റൂമിൽ പോലും നിനക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. അന്ന് നീ ആ സ്റ്റോർ റൂമിലാണ് കിടന്നത്. നിനക്ക് ഓർമ്മയുണ്ടല്ലോ. അപ്പം നയന പറയാണ്, ഇന്നും സ്റ്റോർ റൂമിൽ കിടക്കാൻ ഞാൻ തയ്യാറാണ്. എനിക്ക് വേണ്ടത് ഈ വീട്ടിലെ മരുമകൾ എന്ന പരിഗണനയാണ്. പിന്നെ അതില്ലെന്ന് എനിക്കറിയാം. എപ്പോൾ വേണമെങ്കിലും പുറത്താവും എന്നും അറിയാം. പക്ഷേ ഞാൻ എൻ്റെ വീട്ടിൽ പോയപ്പോൾ എന്നെ തിരികെ വിളിച്ചത് ആദർശേട്ടനാണ്. അങ്ങനെ ആദർശേട്ടൻ എന്നെ സ്നേഹിക്കുന്നിടത്തോളം കാലം ഞാൻ ഇവിടെ തന്നെ കാണും. അതും പറഞ്ഞ് നയന അവിടെ നിന്ന് പോയി. അപ്പോൾ ദേവയാനി ജലജയോട് നവ്യ പറയാണ്, വലിയ പൈസ മുതലാക്കിയിരിക്കും അല്ലേ, അതുപോലത്തെ മെത്ത വാങ്ങാനും അതേപോലെ ഒരുക്കാനും ഒക്കെ. അപ്പോൾ ജലജ, എല്ലാം ഏട്ടത്തിയുടെ ഏർപ്പാടാ. ഇനി കയറി വരുന്നവൾ വലിയ പണക്കാരിയായതുകൊണ്ട് അവളെ മാത്രമേ മരുമകളായിട്ട് ആദർശേട്ടൻ്റെ അമ്മ കാണത്തുള്ളൂ അല്ലേ? അപ്പം ജലജ, അങ്ങനെയാണല്ലോ വേണ്ടത്. ഇപ്പം അവിടെ വിരിച്ചിരിക്കുന്നത് പോലത്തെ നല്ല ബെഡ്ഷീറ്റും തലയണ കവറും ഒക്കെ എൻ്റെ അമ്മായിയമ്മയുടെ കയ്യിലും കാണത്തില്ലേ? അത്ര നല്ലതൊന്നും എൻ്റെ അടുത്തില്ല. എന്നാലും കുഴപ്പമില്ല, ഉള്ളതിൽ നല്ലത് നോക്കി എൻ്റെ മുറിയിലും പിരിക്കണം. എന്തിനാണെന്ന് ചോദിക്കണ്ട, പറഞ്ഞതങ്ങ് ചെയ്താൽ മതി. ഓ, നിനക്ക് മണിയറ ഒരുക്കാനായിരിക്കും അല്ലേ? ആവശ്യമെങ്കിൽ അതും നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തു തരേണ്ടി വരും. ഇല്ലെങ്കിൽ ഇന്നൊരു മോഷണത്തിൻ്റെ കഥ ഇവിടെ എല്ലാവരും അറിയും. ഒരവസരം വന്നപ്പോൾ അത് പരമാവധി മുതലാക്കുമല്ലേ? ആ മോഷണത്തിൻ്റെ പേരും പറഞ്ഞ് നീ എന്നെക്കൊണ്ട് പലതും ചെയ്യിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് മാത്രമല്ല, മുത്തശ്ശനും മുത്തശ്ശിയും പ്രത്യേകം പറഞ്ഞതാ, പ്രസവം വരെ എൻ്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾ നോക്കണം എന്ന്. അവിടുന്ന് വലിയ സന്തോഷത്തിലാണല്ലോ വാചകടിച്ചത്. പിന്നെ എൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ എന്താ ഇത്ര പ്രയാസം? ആവേശമൊക്കെ അങ്ങ് കെട്ടുപോയോ? പെട്ടെന്ന് പോയി ഞാൻ പറഞ്ഞതുമൊക്കെ ചെയ്യ്. നാളെ വരുന്ന പെണ്ണുണ്ടല്ലോ, അവൾ നിന്നെയൊക്കെ ഇവിടുന്ന് പറപ്പിക്കും. അങ്ങനെ പറക്കുകയാണെങ്കിൽ എൻ്റെ കൂടെ എൻ്റെ അമ്മായിയമ്മയും ഉണ്ടാവും. കൂടുതൽ ആരും തലേ കയറാൻ വരണ്ട. എല്ലാവർക്കും ആത്മാഭിമാനമുണ്ട്. അതിൽ കയറി മുറിപ്പെടുത്തിയാൽ നയനയല്ല ഞാൻ, അറിയാലോ. ഞാനൊന്നിനും വരുന്നില്ല. എല്ലാം പറയുന്നതും ചെയ്യിക്കുന്നതും ഒക്കെ നിൻ്റെ അനിയത്തിയുടെ അമ്മായിയമ്മയാണ്. എന്തൊക്കെ പറഞ്ഞാലും അവർക്ക് നിങ്ങളെക്കാൾ നല്ല അന്തസ്സുണ്ട്. നിങ്ങൾക്കും നിങ്ങളുടെ മോനുമാണ് അതില്ലാത്തത്. പിന്നെ നിങ്ങളുടെ ചരിത്രം അതാണല്ലോ. എന്നുവെച്ചാൽ പലരും പറഞ്ഞ് പലതും എനിക്കറിയാം. ഞങ്ങൾ ഈ വീട്ടിൽ വലിഞ്ഞു കയറി വന്നതാണെന്നല്ലോ നിങ്ങൾ പലപ്പോഴും പറയുന്നത്. അപ്പോൾ പിന്നെ നിങ്ങളോ? അതുകൊണ്ട് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കാതെ ഞാനിപ്പോൾ പറഞ്ഞ കാര്യം പോയി ചെയ്. ചെല്ല്. അതൊക്കെ കേട്ട് ജലജ നല്ലൊരു വിരിപ്പൊക്കെ എടുത്തു കൊണ്ടുവന്ന് അവളുടെ ബെഡിൽ വിരിക്കുകയാണ്. അപ്പോഴാണ് അവിടേക്ക് അഭി വന്നത്. അഭി ചോദിക്കുകയാണ്, എന്തിനാ അമ്മേ പുതിയ ബെഡ്ഷീറ്റൊക്കെ വിരിക്കുന്നേ? നിൻ്റെ ഭാര്യയ്ക്ക് 10 പട്ടുമെത്ത വിരിച്ചു കൊടുക്കാനാണ് ഉത്തരവിട്ടിരിക്കുന്നത്. പന്ത് അവളുടെ കളത്തിലാണല്ലോ, അതുകൊണ്ട് അനുസരിച്ചല്ലേ പറ്റൂ. എന്ത് ചെയ്യാനാ അമ്മേ? ഇനിയിപ്പോൾ കാര്യങ്ങൾ നമ്മുടെ ഇഷ്ടത്തിന് പോകണമെങ്കിൽ ഇവിടെ 2 പേര് മരിക്കണം. അത് കേട്ട് ജലജാവനെ നോക്കുകയാണ്. അപ്പോൾ അവൻ പറയാണ്, എൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും. അതിൽ ഒരാൾ അവശതയിലാണെന്നാണ് പറയുന്നത്. മുത്തശ്ശൻ നാട് നീങ്ങിയാൽ പിന്നെ വലിയ കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ ജലജ പറയാണ്, നീ എന്താടാ ഈ പറയുന്നേ? ഇപ്പോൾ അവനേക്കാൾ കുഴപ്പം അവനാണ്, ആ ആദർശിന്.
അവനാണ് ആദ്യം മുകളിലേക്ക് പോകേണ്ടത്. പിന്നെ ആരാദ്യം പോയാലും നമുക്കൊന്നുമില്ല. നമ്മുടെ സ്വന്തക്കാരൊന്നുമല്ലല്ലോ ഇവരാരും. നിനക്കറിയാലോ കഥകളൊക്കെ. ആ, അത് ശരിയാ. എടാ, കിരീടവും ചെങ്കോലും ഇപ്പം അവൻ്റെ കയ്യിലാ. അതുകൊണ്ട് അവൻ തീരുമാനിക്കുന്നതേ നടക്കത്തുള്ളൂ. നിന്റെ മുത്തശ്ശനേക്കാളും അവനിഷ്ടം ആ അനിയെയാണ്. അതുപോലെ ഇപ്പോൾ മണിയറ ഒരുക്കിയല്ലോ ഒരുത്തി, എൻ്റെ ഏട്ടത്തി എന്ന് പറയുന്നവൾ. അവളിപ്പോൾ ആദർശിനേക്കാളും കൂടുതൽ സ്നേഹിക്കുന്നത് ആ അനിയെയാണ്. അതുകൊണ്ട് അവൻ്റെ ഭാര്യയായിട്ട് കയറി വരുന്ന അവളെ സിംഹാസനത്തിൽ ഇരുത്താനാ അവൾ നോക്കുന്നത്. ഇതിനിടയിൽ എങ്ങനെ പിടിച്ചു നിൽക്കണം എന്നാ ഞാൻ നോക്കുന്നത്. പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അമ്മേ, എല്ലാം നമ്മുടെ കൈവിട്ട് പോയി. അതെന്തുകൊണ്ടാ? നീ ബുദ്ധിയില്ലാത്തവനായതുകൊണ്ടാ. നിനക്ക് ഇത്തിരി ബുദ്ധിയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ മണ്ടനെന്നെങ്കിലും വിളിക്കാമായിരുന്നു. ഇതതും ഇല്ലല്ലോ. അമ്മ അങ്ങനെ തന്നെയാണ്. മിണ്ടരുത്. അവളുള്ള ദേഷ്യം മുഴുവൻ ഞാൻ നിന്റെ കാരണത്ത് തീർക്കും. പിന്നെ നവ്യ നയനയോട് പറയാണ്, നിന്റെ അമ്മായിയമ്മ രണ്ടും കൽപ്പിച്ചാണല്ലോ നയനെ. നമ്മളെയൊക്കെ പുറമ്പോക്കുകളായിട്ടാണല്ലോ അവർ കാണുന്നത്. അല്ലെങ്കിലും നമ്മളെ അങ്ങനെ തള്ളിക്കളഞ്ഞിരിക്കുകയല്ലേ. നമ്മൾ ഈ വീട്ടിലെ ആരുമല്ല. പിന്നെ ആദർശേട്ടൻ ഇപ്പം നല്ല മാറ്റമുണ്ട്. അതാ ഏക സമാധാനം. അപ്പം നവ്യ പറയാണ്, എൻ്റെ കാര്യത്തിൽ അതും ഇല്ലടി മോളെ. അബിക്ക് എന്നോട് ഒരു സ്നേഹവും ഇല്ല, എൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനോടും. അത് കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടമായി. അപ്പോൾ വീണ്ടും പറയാണ് നവ്യ, എന്നാലും ഞാൻ വിട്ടുകൊടുക്കില്ല. നമ്മളെ കയ്യിലുള്ള തെളിവ് വെച്ചിട്ട് ഞാൻ രണ്ടിനെയും വട്ടം കറക്കും. അങ്ങനെ വട്ടം കറക്കുമ്പോഴും ചേച്ചി സൂക്ഷിക്കണം. ചേച്ചിയുടെ കുഞ്ഞിൻ്റെ കാര്യത്തിലും നല്ല ശ്രദ്ധ വേണം. ചേച്ചിയോടുള്ള ദേഷ്യം ചിലപ്പോൾ ആ കുഞ്ഞിനോടായിരിക്കും തീർക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ ഉറപ്പായിട്ടും അമ്മയും മോനും ജയിലിൽ കിടക്കും. ഞാൻ പിന്നെ കോംപ്രമൈസിനൊന്നും നിൽക്കില്ല. കഥകളൊക്കെ കുറച്ചൊക്കെ നിനക്കും അറിയാലോ. നമ്മളെക്കാൾ പുറമ്പോക്കാ ഈ വീട്ടിലുള്ള അവനും അവൻ്റെ അമ്മയും. നമ്മളായിട്ട് ആരെയും തള്ളിപ്പറയണ്ട ചേച്ചി. നമ്മൾ ഈ വീട്ടിൽ വരുന്നതിന് മുമ്പേ അവരൊക്കെ കുടുംബങ്ങളാണ് ഈ വീട്ടിലെ. നമ്മൾ കാരണം ആരും പുറത്തു പോകാൻ പാടില്ല. നമ്മൾ പുറത്തു പോയാലും ശരി. അപ്പം നയനയോട് നവ്യ പറയാണ്, നിന്നെപ്പോലത്തെ വിശാല മനസ്സൊന്നും എനിക്കില്ല. അടിക്ക് തിരിച്ചടി, അങ്ങനെയാണ് ഞാൻ നിൽക്കുന്നത്. ഞാനും കുറച്ച് മാറാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. എന്ന് വെച്ച് മനസാക്ഷിക്ക് നിരക്കാത്ത കാര്യത്തിനൊന്നും ഞാനില്ല. ഈ വീട്ടിൽ എനിക്ക് സപ്പോർട്ട് വേണ്ടത് ആദർശേട്ടൻ്റെയാണ്. പിന്നെ മുത്തശ്ശനും മുത്തശ്ശിയും ആദർശേട്ടൻ്റെ അച്ഛനും ഒക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. പക്ഷേ ഇന്നലെ വരെ നിന്നെ സപ്പോർട്ട് ചെയ്തിരുന്ന അനിയുടെ അമ്മയ്ക്കിപ്പോൾ ഭയങ്കര മാറ്റമാണ്. അതൊക്കെ തെറ്റിദ്ധാരണയുടെ പുറത്ത് നടക്കുന്നതാ. അവരൊക്കെ പൊന്ന് എന്ന് വിളിച്ച് കയറ്റുന്ന മരുമകളുണ്ടല്ലോ, അത് ഈ വീട്ടിലത്തെ എന്താണെന്ന് അവർ പിന്നെ അറിയും. അവളെ റിസ്ക് എടുത്തിട്ട് ഞാനും നന്ദുവും കൂടി രക്ഷിച്ചിട്ട് അവൾ പിന്നെ കഥകളൊക്കെ മാറ്റി എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നവ്യ പറയാണ്, അപ്പം നയനെ വീണ്ടും പറയാണ്, അങ്ങനെയെങ്കിൽ അവളിവിടെ ഈ വീട്ടിലേക്ക് കയറി വന്നാൽ കൂട്ടത്തല്ല് ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാ. ഇപ്പം എനിക്ക് തോന്നുക നമ്മുടെ നന്ദുവിനെ തന്നെ അനി കല്യാണം കഴിച്ചാൽ മതിയായിരുന്നു എന്ന്. അപ്പം നയന പറയാണ്, ഇനിയിപ്പോൾ അങ്ങനെയൊന്നും ചിന്തിക്കരുത്. നടക്കാൻ പാടില്ലാത്ത ബന്ധം അത്. ആരെന്ത് പറഞ്ഞാലും ശരി, ഇനിയിപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന വേദന അവൾ കൂടി ഉണ്ടാവരുത്. ഈ പ്രേമം എന്ന് പറയുന്നത് കുറച്ച് കഴിയുമ്പോൾ ഇല്ലാതാവും. അനിയെക്കുറിച്ചുള്ള ഓർമ്മകൾ അവളിൽ നിന്നും വിട്ടുപോകും. അനിയുടെ കാര്യം അങ്ങനെ തന്നെയാണ്. ഇനിയിപ്പോൾ അതിനുശേഷം അവളെങ്കിലും മറ്റൊരു കുടുംബത്തിൽ പോയിട്ട് മനസ്സമാധാനത്തോടെ ജീവിക്കട്ടെ. പിന്നെ ജലജ മകൻ്റെ അടുത്ത് പറയാണ്, ഇനിയിപ്പോൾ നാളെ വരുന്നവൾ എന്തൊക്കെ ആട്ടമാടുമെന്നാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത്. അവിടേക്ക് നവ്യ വന്നിട്ട് പറയാണ്, എന്തായി? ദേ പുതിയ ബെഡ്ഷീറ്റ് വിരിച്ചിട്ടുണ്ട്, ഇനി സുഖമായിട്ട് കിടന്നുറങ്ങിക്കോ. എന്നിട്ട് നവ്യ പറയാണ്, നയനയുടെ അമ്മായിയമ്മ പലതും പറയും, പല കാഴ്ചകളും കാണിക്കും. എന്ന് വെച്ച് അതൊന്നും കണ്ടുപിടിക്കാൻ എൻ്റെ അമ്മായിയമ്മ നിൽക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞ് താടിയിൽ നുള്ളുകയാണ്. അപ്പോൾ അബി പറയാണ്, നീ ഞങ്ങളെ ഒരുപാട് കഷ്ടപ്പെടുത്തുന്നുണ്ട്. അതിനേക്കാൾ കൂടുതൽ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും എനിക്കുണ്ട്. എന്നെ ഭയന്നിട്ടാ എൻ്റെ ഭർത്താവും അമ്മായിയമ്മയും എനിക്ക് ഓരോന്നും ചെയ്തു തരുന്നത്. എൻ്റെ കാര്യം പോട്ടെ, നാളെ ഒരു കുഞ്ഞ് ജനിച്ചാൽ അത് ഇവൻ്റെ കുഞ്ഞാ. ആ കുഞ്ഞിനോട് ഇത്തിരിയെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ അത് ഇവൻ എന്നോട് കാണിച്ചേനെ. ഞാനന്നൊരാൾ ഇവിടെ ഇല്ല എന്നുള്ള രീതിയിലാണ് ഇവൻ പലപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവൻ പറയാണ്, ഇതിന് ഞാൻ മറുപടി ഒന്നും പറയുന്നില്ല, പറഞ്ഞാലേ കൂടിപ്പോകും. നേരായ മാർഗത്തിൽ നീ ഇവിടെ കയറി വന്നിരുന്നെങ്കിൽ നിന്നെ ഞങ്ങളെല്ലാവരും സ്വീകരിച്ചേനെ. മിണ്ടരുത് നീ. ഞാനിപ്പോൾ നേരായ മാർഗത്തിൽ കൂടി ഇവിടെ വന്നിരുന്നെങ്കിൽ നിൻ്റെയല്ല, നിൻ്റെ ഏട്ടൻ്റെ ഭാര്യയായേനെ.
അന്ന് ഏട്ടൻ കഴിവുകെട്ടവനാണ്, നീയാണ് വലിയ ഖേമൻ എന്നൊക്കെ പറഞ്ഞ് എന്നെ തെറ്റിദ്ധരിപ്പിച്ചത് ആരാന്ന്? എന്നിട്ട് അവൾ പറയാണ്, സത്യത്തിൽ മൂർത്തി മുത്തച്ഛൻ്റെ കൊച്ചുമക്കളിൽ നീയാണ് അസുരവിത്ത്. അനിയും ആദർശേട്ടനും ഒക്കെ ഈ വീട്ടിൻ്റെ അന്തസ്സിനൊത്ത് ജീവിക്കുന്നവരാ. അപ്പോൾ ജലജ പറയാണ്, മോനെ എല്ലാം കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിച്ച് സഹിച്ചങ്ങ് പോയിക്കോ. ഇവളോടൊന്നും സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. സംസാരിക്കാൻ പറ്റില്ല. അങ്ങനെ സംസാരിക്കണമെങ്കിൽ സ്വന്തം ഭാഗം ക്ലിയർ ആയിരിക്കണം. ഇവിടെ അമ്മയെ കണ്ട് വളർന്നവൻ അതിലും പാഴാ. നാവടക്കടി. ഞാനെന്തിനാ നാവടക്കുന്നേ? നീ പറഞ്ഞതിനുള്ള മറുപടിയേ ഞാൻ പറഞ്ഞുള്ളൂ, അതിനപ്പുറമൊന്നും ഞാൻ പറഞ്ഞില്ല. നാളെ ഒരുത്തി വരുന്നുണ്ട്, അവളെന്തോ മലമറിക്കുന്നാ ഇവിടെയുള്ളവരൊക്കെ പറയുന്നത്. നമുക്ക് കാണാം എന്തായിത്തീരുമെന്ന്. അപ്പോൾ ജലജ പറയാണ്, എടീ അവളുടെ പാദസേവ കഴുകിയാൽ നിങ്ങൾക്കൊക്കെ ഇവിടെ സന്തോഷത്തോടെ ജീവിക്കാം. അതിൻ്റെ ആവശ്യം എനിക്കും നയനക്കും ഇല്ല. ഞങ്ങളെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നതാ. മറ്റുള്ളവരെ പോലെ തന്നെ ഞങ്ങളും ഈ വീട്ടിലെ അംഗങ്ങളാ. പിന്നെ ആർക്കും കൊമ്പ് വിളക്കേണ്ട കാര്യമൊന്നുമില്ല. കിടക്ക വിരിച്ചില്ലേ, എന്നാൽ പോയി കിടന്നുറങ്ങ്. ഞാൻ ഉറങ്ങണോ വേണ്ടിയോ എന്നുള്ള കാര്യമൊന്നും നീ പറയേണ്ട ആവശ്യമില്ല. അവർ പോയി കഴിഞ്ഞപ്പോൾ അബിയോട് നബിയ പറയാണ്, അച്ഛനില്ലാത്ത വളർന്നതിൻ്റെ ഒരുപാട് കുഴപ്പങ്ങളുണ്ട് നിനക്ക്. ഇനിയിപ്പോൾ സംസാരം ആ ഭാഗത്തേക്കൊന്നും പോകണ്ട. നാളെ രാവിലെ കല്യാണത്തിന് പോകേണ്ടതാ. പോയി കിടന്നോ, പോയി ഉറങ്ങാൻ നോക്ക്. അതും പറഞ്ഞ് അവൻ കട്ടിലിൽ കയറി കിടന്നു. പുതപ്പും വധിച്ച് അവൻ ഉറങ്ങാൻ തുടങ്ങി. ആദർശും നയനയും അതും ഉറങ്ങാൻ കിടക്കുകയാണ്. അപ്പോൾ ആദർശ് നയനയോട് പറയാണ്, ഈ സമയം വരെ അവൻ്റെ മനസ്സിൽ അനാമികയില്ല. അവളില്ല അവൻ്റെ മനസ്സിൽ. പിന്നെ അവൻ്റെ മനസ്സിൽ ആരാണെന്ന് പിടികിട്ടുന്നുമില്ല. നീ ഇവിടെ വന്നതിന് ശേഷം എന്നേക്കാൾ കൂടുതൽ അടുപ്പാ നിന്നോട് അവനിക്ക്. അതുപോലെ നന്ദുവിനോടും വലിയ അടുപ്പാ. എന്നിട്ടും നിങ്ങൾക്കാർക്കും അതറിയില്ലേ? അപ്പോൾ നയന പറയാണ്, ഞങ്ങളെക്കാളും അടുപ്പാണല്ലോ അനിയനോട് ഏട്ടന്. എന്നിട്ട് സ്വന്തം ഏട്ടന് ഇതുവരെ അനിയുടെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഞങ്ങളെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? നിനക്കറിയാലോ, ഞാൻ എന്നേക്കാൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്നെ സ്നേഹിക്കുന്നവർക്കാ. പ്രത്യേകിച്ച് അവൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിയിരുന്നത് കുട്ടിക്കാലത്ത് ഞാനാ. അവൻ്റെ അച്ഛനും അമ്മയും പോലും അത്രത്തോളം ശ്രദ്ധ ചെലുത്തിയിരുന്നില്ല. എൻ്റെ കൈപിടിച്ച് വളർന്നവനാ അവൻ. അതുകൊണ്ട് അവൻ ഈ കല്യാണക്കാര്യത്തിൽ വിഷമിക്കുമ്പോൾ എനിക്ക് അതിനേക്കാൾ വിഷമമുണ്ടാവുന്നത്. അവൻ സ്നേഹിക്കുന്നത് ആരെയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അതിനൊരു പരിഹാരം കണ്ടേനെ. ആ പെൺകുട്ടി ഈ വീട്ടിലേക്ക് വരാൻ അർഹതയില്ലാത്തവളാണെങ്കിലോ? ഇവിടെ ഉള്ളവർ അവളെ അംഗീകരിക്കില്ലെങ്കിലോ? അങ്ങനെ അവനൊരു തെറ്റായ തീരുമാനം എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പോൾ അനിയെടുത്ത തീരുമാനം തെറ്റായാലും ശരിയായാലും അനാമികയെ വേദനിപ്പിക്കുന്നത് ശരിയാണോ? ഏയ്, അത് ശരിയല്ല. ഇത് മുത്തശ്ശൻ ഉറപ്പിച്ച ബന്ധാ. അതേതായാലും നടന്നേ പറ്റൂ. അപ്പോൾ പിന്നെ അനിയുടെ മനസ്സിലുള്ളത് ആരാണെന്ന് അറിഞ്ഞിട്ട് ഇപ്പം എന്താ കാര്യം? എന്നാലും അവനത് നേരത്തെ പറയാമായിരുന്നു. അല്ല, ഈ അനാമികയെക്കുറിച്ച് നിനക്കെന്താ അഭിപ്രായം? ആ കുട്ടി ഇത്തിരി ഓവർ സ്മാർട്ടാ. അതെ, എനിക്കും തോന്നിയിട്ടുണ്ട്. അവൻ്റെ ജീവിതം നന്നായി പോയാൽ മതിയായിരുന്നു. അനാമിക വന്ന് അവനെ ഭരിക്കാൻ തുടങ്ങിയിരിക്കുകയാണെങ്കിൽ പിന്നെ ഒരു പൊട്ടിത്തെറി ഉറപ്പാ. പിന്നെ സ്നേഹിക്കാനൊരു മനസ്സവനുണ്ട്. അതുകൊണ്ട് തന്നെ കല്യാണം നടന്നു കഴിഞ്ഞാൽ അവനിപ്പോൾ പറയുന്നതൊക്കെ തിരുത്തി പറയുന്ന എനിക്ക് തോന്നുന്നത്. എങ്കിലും പുരോഹിതൻ അവന് 2 കല്യാണം ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഇപ്പോഴും മനസ്സിനകത്തൊരു വിഷമ. വാഴക്കല്യാണമൊക്കെ നടത്തി, എന്നാലും അതുകൊണ്ട് എത്രത്തോളം ദോഷം ഒഴിഞ്ഞുപോയി എന്ന് പറയാൻ പറ്റുമോ? മുത്തശ്ശൻ ഇതറിഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ ഒന്ന് സംശയിച്ചേനെ. ഇനിയിപ്പോൾ മുത്തശ്ശനൊന്നും അറിയണ്ട, കല്യാണം നടക്കട്ടെ. അവൻ്റെ ദാമ്പത്യം തകരുന്നത് എൻ്റെ ജീവിതം തകരുന്നത് പോലെയാണ്. അവനെപ്പോലെയുള്ള അനിയന്മാരെ കിട്ടാൻ ഭാഗ്യം ചെയ്യണം. അബി എനിക്ക് പാര വയ്ക്കുന്ന സമയത്ത് എൻ്റെ ഉയർച്ചയും നന്മയും മാത്രമേ അവൻ എനിക്ക് വേണ്ടി ആഗ്രഹിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാ ബിസിനസ്സിൻ്റെ ഒരു ഭാഗം അവനെ ഏൽപ്പിക്കാൻ ഞാൻ തയ്യാറായത്. അവനൊരിക്കലും കള്ളത്തരം ചെയ്യില്ല. പണത്തിന് പിന്നാലെ അവൻ ഓടുകയും ചെയ്യില്ല. അങ്ങനെയുള്ളവന് നല്ലൊരു കുടുംബജീവിതം കിട്ടണ്ടേ? ഏട്ടനോ കിട്ടിയില്ല, അനിയനെങ്കിലും കിട്ടണം അല്ലേ? നീ എന്താ അങ്ങനെ പറഞ്ഞത്? അല്ല, നമ്മുടെ കുടുംബജീവിതം അത് നന്നായിട്ടല്ലല്ലോ പോകുന്നത്. അങ്ങനെയായിരുന്നു, പക്ഷേ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. നാളെ കല്യാണം കഴിഞ്ഞ് അനാമിക ഇവിടേക്ക് വരും. അവരുടെ ഫസ്റ്റ് നൈറ്റാ നാളെ. അല്ല, നീ എന്തിനാ അതിപ്പോൾ പറഞ്ഞത്? ഏയ്, ഒന്നിനുമല്ല. അത് പറഞ്ഞ് ആദർശിനെ തന്നെ നോക്കിക്കിടക്കുകയാണ് നയനെ. ആദർശും അതേപോലെ തന്നെ നയനയെ നോക്കിക്കിടക്കുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത പുതിയ വിശേഷവുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും
എൻ്റെ വീഡിയോ ആരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.